ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന സമൂസയുടെ റെസിപ്പി ആയിട്ടാണ്. അത് മീൻ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഫുള്ളും കാണുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ചൂരയാണ്. ചൂര ഒരു 10-18 പീസോളം വരുന്നുണ്ട്. അത് 10-12 പീസോളം വരുന്നുണ്ട്. അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനത് അതിൻ്റെ അകത്ത് മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. മുളക് പൊടി 2 സ്പൂണോളം ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് നോക്കിയിടുക. പിന്നെ 2 സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതാണ്. പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് മിക്സാക്കി വേണമെങ്കിൽ നമുക്ക് 5 മിനിറ്റോളം ഫ്രിഡ്ജിലൊക്കെ വെക്കാം. ഞാനത് ഇത്രയും നേരം വെക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അടുത്ത സമൂസയുടെ അരപ്പ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് ഫ്രൈ ആവണം. അപ്പം ഇത് ഫ്രൈ ആവുന്ന സമയത്താണ് അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സവാളയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ സവാള അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സവാള ഇട്ടതിന് ശേഷം കിഴങ്ങ് ഞാൻ ഒരു കിഴങ്ങ് എടുത്തിരിക്കുന്നത്, അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ പച്ചമുളക് എരിവ് അനുസരിച്ച് 1-2 ഇടാം. ഞാൻ 1 പച്ചമുളക് എടുത്തോളൂ. പിന്നെ ഉപ്പ് ഇപ്പം ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി, ഒരു 1/2 സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നോക്കിയതിന് ശേഷം നമുക്ക് അതിന് ശേഷം ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നോയമ്പുള്ള സമയത്ത് നമുക്ക് നോക്കാൻ പറ്റത്തില്ല, എങ്കിലും നമ്മളൊരു കണക്കനുസരിച്ച് ഞാൻ 1/2 സ്പൂണോളം ഇട്ടെടുത്തിട്ടുള്ളൂ. പിന്നെ അതിന് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, അതെല്ലാം 1 സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ക്യൂബാണ്. ഇപ്പം ഒരു പാക്കറ്റിൻ്റെ അകത്ത് ഒരു 10-12 ക്യൂബ് ഇതേപോലെ കിട്ടുന്നുണ്ട്. അത് പൊടി ടൈപ്പാണ്. അപ്പം അത് 1 കവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ക്യൂബ് ഇടണോ നിർബന്ധമില്ല, ഉള്ളവർ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇതൊന്ന് ഇട്ടെടുത്തൊന്ന് കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് വ്യത്യാസമായിട്ട് കിട്ടും. അപ്പോൾ അതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതൊന്ന് വേവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഇപ്പോൾ ആ മീനൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ആറിയതിന് ശേഷം ഞാനൊന്ന് മുള്ളൊക്കെ മുള്ളില്ല എങ്കിലും മുള്ളുള്ളതെല്ലാം കളഞ്ഞ് ഒന്ന് ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഇത് വെന്ത് നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നേരത്തെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി ഒന്നും ഇതാക്കരുത്, മീൻ ഇതായിപ്പോവും. അപ്പം നമ്മൾ പൊടിച്ച് അതേപോലെ ക്രഷ് ചെയ്ത് വെച്ചത് അരപ്പിൻ്റെ അകത്ത് ഇടുക, എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ്റെ ക്യൂബ് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നല്ല ഉപ്പ് ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇനി ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മല്ലിയില ഇട്ടെടുത്തൊന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഇനി തയ്യാറായിട്ടിട്ടുണ്ട്. ഇനി സമൂസ ലീഫാണ്. ഇപ്പോൾ ഈ ഒരു കമ്പനിയുടെ സമൂസ ലീഫ് ഇപ്പോൾ കടയിലൊക്കെ കിട്ടുന്നതാണ്. ഒരു 50 ഷീറ്റോളം ഒരെണ്ണത്തിൽ കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മേടിച്ച് ചെയ്യുക, അതല്ലെങ്കിൽ മാവ് വെച്ച് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്യുക. അപ്പം ഞാൻ ഇതിൻ്റെ അകത്താണ് ചെയ്യുന്നത്. അപ്പം ഞാൻ 2 രീതിയിൽ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു രീതിയിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് 2 സൈഡിൽ നമ്മൾ 2ആയിട്ട് പെട്ടെന്ന് മടക്കി ബാക്കി ഫില്ല് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഫില്ല് ചെയ്യുകയുള്ളൂ. കാരണം ഒത്തിരി ഫില്ല് ചെയ്യുന്നതിനെക്കാട്ടിയല്ല, കുറച്ച് ഫില്ല് ചെയ്തുമ്പം ടേസ്റ്റുമാണ്, പെട്ടെന്ന് കഴിക്കാനും എളുപ്പമാണ്. അപ്പം അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് നിറച്ച് കുത്തി ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതേപോലെ ഒരു സൈഡിലോട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ വെച്ചിരിക്കുന്ന മൈദയാണ്. മൈദ കുറച്ചൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ ഒറ്റ ഫോൾഡ് ചെയ്താൽ മതി. അപ്പം അത് റെഡിയാണ്. ഈ രീതിയിലും ചെയ്യാം. 2-3 രീതിയിൽ കയറി. അപ്പോൾ ഞാൻ 2 രീതി ഇതിപ്പോൾ ഒരു രീതിയിലാണ് കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി അടുത്ത രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കപ്പലണ്ടിയൊക്കെ പൊതിയത്തില്ലേ, അത് കണക്ക് കപ്പലണ്ടി പൊതിയുന്ന കണക്ക് ഒരേ സൈഡിൽ തന്നെ കോണായിട്ട് വന്നിട്ട് ആ രീതിയിലാക്കിയിട്ട് അപ്പോൾ കപ്പലണ്ടിയുടെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. പിന്നെ അതിന് ശേഷം അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്താൽ മതി. അതേപോലെ ഞാൻ പറഞ്ഞ കണക്ക് കുറച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കോൺ ഷേപ്പിൽ വരുന്ന ടൈപ്പ്. അപ്പോൾ ഇനി അത് വെച്ചിട്ട് ബാക്കിയിൽ നമ്മൾ പശ വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ മടക്കി വെച്ചിട്ട് പശ വെച്ച് കൊടുക്കുക.
മൈദ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പം അതും ഒരു രീതിയാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് റോൾ ടൈപ്പ് വേണമെങ്കിലും ചെയ്യാം, പല രീതിയിലും ചെയ്യാം. അപ്പോൾ ഈ 2 രീതിയിലാണ് ഇത് വെച്ച് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അല്ലാതെ ഒരു റോൾ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പം ഇത്രയൊന്നും നമുക്ക് എടുക്കത്തില്ല. ഇതിപ്പോൾ ഞാൻ കാണിച്ചതാണ്, ഇതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കത്തുള്ളൂ. ഇത് ബാക്കി വേണമെങ്കിൽ നമുക്ക് കവറിൻ്റെ അകത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ ആവശ്യം അനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഒരാഴ്ചത്തോളം കൂടുതലിരിക്കും ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക്. അപ്പം ഇത് വേണമെങ്കിൽ പകുതി ഫ്രിഡ്ജിൽ വെച്ച് ഇതാക്കുക. അപ്പം ഇനി നമുക്ക് ആവശ്യമനുസരിച്ച് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് തീ ഇച്ചിരി എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇട്ടെടുക്കുക. ഇത് കുറച്ച് ഞാൻ പറഞ്ഞ കണക്ക് നേരത്തെ കവറിൻ്റെ അകത്താക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്കനുസരിച്ച് എടുക്കാം. അപ്പോൾ ഈ നോയമ്പ് സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കുറച്ച് ഇതേപോലെ കൂടുതൽ ചെയ്ത് വെച്ചാൽ നമുക്കിതനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇതിതാ നല്ലതുപോലെ അത് ബ്രൗൺ അല്ല, ഒരു ലൈറ്റ് യെല്ലോ കളർ ആവുന്ന സമയത്ത് നമുക്ക് എടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഈ ഒരു പരുവത്തിലെടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഈ രീതിയിൽ ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ എൻ്റെ മോളൊന്ന് ചെയ്തതാണ്, അതാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. എൻ്റെ മോള് ഒട്ടിച്ചതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ട് കാണിച്ചെന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ അവരും കൂടെ ചെയ്യാൻ നിൽക്കത്തില്ലേ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനാണ് അത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവർ അത് പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഇതേപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ നല്ല ചൂടായിരിക്കുന്നേ കാണിച്ചതാണ്. അപ്പോൾ ഞാനവിടെ പെട്ടെന്ന് വെക്കുന്നുണ്ട്, കാരണം നല്ല ചൂടായതുകൊണ്ട് അത് പൊട്ടിക്കാൻ പാടാതാണ് കാണിച്ചതെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.